ടെന്റ് ഉണ്ടാക്കാൻ പോണേണ് വീടിന്റെ അകത്ത് തന്നെ. അപ്പൊ നിങ്ങള് വിചാരിക്കും വീടിന്റെ അകത്ത് ആരെങ്കിലും ടെന്റ് ഉണ്ടാക്കുമെന്ന്. സംഗതി ഇതല്ല, ഒരു ഫൺ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പൊ നമുക്ക് സമയമൊന്നും നമ്മൾ കളയുന്ന നേരെ നമുക്ക് ടെന്റ് ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മുടെ ടെന്റിനുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പിള്ളേരെല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നുമല്ല ടെന്റ് ഉണ്ടാക്കണം, നമ്മൾ ഈ സ്റ്റെയറിന്റെ ഒക്കെ സൈഡിലൊക്കെ ഇട്ടാണ് നമ്മൾ ടെന്റ് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ടെന്റ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി തുടങ്ങണേണ്. ഇത് ടെന്റിന്റെ സാധനം ഇവിടെ വലിച്ച് കെട്ടണേണ്ടാ. നമ്മുടെ അമ്പാടിയാണ് ഇവിടെ കടിച്ച് കെട്ടണത്. അങ്ങനെ നാളെ ഇവിടെ ആദ്യത്തെ പണി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ സെറ്റിയിലും ഇങ്ങനെയൊക്കെ തിരിയൊക്കെ കൂട്ടി പട്ടണമൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ മച്ചാന്മാര്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ദേ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വെറുതെ ഇരിക്കുള്ളൂ. അങ്ങനെ ഞാനും പണിക്ക് കൂടാൻ പോണേണ്. അങ്ങനെ നമ്മളിവിടെ ഒരു കസേര കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ അജു മച്ചാനാണ് ഒരു കസേരയൊക്കെ കൊണ്ടുവരുന്നത്. കസേര നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 കസേരയും കൂടി ആവശ്യം വേണം. അങ്ങനെ നമ്മുടെ കസേര ഇടലും കഴിഞ്ഞ് നമ്മുടെ ടെൻറ്റിൻ്റെ ലാസ്റ്റായിട്ടുള്ള സെക്ഷൻസ് ഒക്കെയാണ് വരാൻ പോണത്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ ഒരു തലങ്ങണിയൊക്കെ വെച്ചെടുക്കുന്നുണ്ട്, കാരണം ഇതൊന്ന് മര്യാദക്കിരിക്കുക. അങ്ങനെ നമ്മുടെ ഈ കസേരയുടെ ഇങ്ങോട്ടൊക്കെ ആക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അങ്ങനെ നമുക്ക് പണി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഈ ഒരു സെക്ഷൻ എന്തായാലും കഴിഞ്ഞ് നമുക്ക് ഒരു സെക്ഷൻ കൂടെ ഉണ്ടാക്കാൻ ഒരു കസേര എക്സ്ട്രാ ആവശ്യം. അങ്ങനെ നമ്മുടെ 2ാമത്തെ സെക്ഷനും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കണതാണ്. നമ്മുടെ ടെന്റിന്റെ ഓരോ സെക്ഷനുകളും അപ്പൊ അതേ നോക്കി നമ്മുടെ മേളിൽ നിന്നല്ല നമ്മുടെ ടെന്റിന്റെ വ്യൂ. ഇതേ ഇവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ ടെന്റ് വന്നത്. ഇതാ നല്ല മനോഹരമായ ടെന്റ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു മാറ്റ് വിരിച്ച് 2ാമത്തെ മാറ്റ് നമ്മൾ വിരിക്കണേ. അങ്ങനെ ചാരഞ്ഞാക്ക് തലങ്ങണിയൊക്കെ നമുക്ക് സെറ്റാക്കി. ആദ്യം തലങ്ങണി ഇവിടെ, പിന്നെ തലങ്ങണി ഇവിടെ. നമ്മളിവിടെ 3 പേരുണ്ടാണ് ടെന്റില്. 4 പേര് താമസിക്കുന്നത് എല്ലാം കൂടി കൂട്ടിയാണ്. അപ്പോൾ നമ്മുടെ ടെന്റ് ഇവിടെ സെറ്റായി. ഇനി ഇവിടെ തലങ്ങണി ബാക്കി അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു സാധനം വിരിച്ചു വെക്കണുണ്ട്. വിരിച്ചു വെക്കണത് അപ്പൊ ഇതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടി എൻട്രൻസ്, നമുക്ക് ഇതിലേക്ക് എൻട്രൻസ് കണ്ടാ ഹായ് എന്ത് മനോഹരമായ ടെന്റാണ് നമ്മുടെ ഇവിടെ. ഹായ് ഇവിടെ വേറെ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ കൂടിയും പോവാം പുറത്തേക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറേ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തേക്ക് കുറേ AC കയറ്റണുണ്ട്. AC ഒന്നുമല്ല, ഇതൊരു കൂളറാണ്. അപ്പോൾ നമുക്ക് തണുക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഈ കൂളർ അതിൻ്റെ അടിയിലോട്ട് കയറ്റണത്. അപ്പോൾ അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റ് പറ്റിയല്ല. അയ്യോ വെച്ചാൽ ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം ഇത് തണുക്കാണ്ടിരിക്കാനല്ല, ഇത് ചൂട് മാറ്റാനാണിത് സഹായിക്കണത്. അപ്പോൾ നമുക്ക് ആ ടെൻറ്റിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് തണുക്കാനൊന്ന് റിഫ്രഷാനൊക്കെ സഹായിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മളിവിടെ അകത്തൊക്കെ വന്ന് നമ്മുടെ AC സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് പോയി കഴിച്ചിട്ടൊക്കെ വന്ന് ഇവിടെ അങ്ങോട്ട് സുഖമായിട്ട് ഇവിടെ ഉറങ്ങും. അപ്പോൾ നമ്മളിനി ഒന്നും നോക്കാനുള്ള നമുക്ക് ടെൻറ്റിൻ്റെ അടുത്തുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ ചാരി നമ്മളിവിടെ ഭക്ഷണം കഴിക്കണം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പലണ്ടി വിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ.
നമുക്ക് കിടക്കണതൊക്കെ നമ്മളിവിടെ AC ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും നോക്കാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കാൻ പോകണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ജില്ലിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതൊക്കെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.